ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന്. ഇന്ന് നിന്റെ കേസിന്റെ വിധിയാണ്. നീ തീർന്നടാ, തീർന്നു. എടോ ഇഞ്ചി, നിനക്ക് എന്റെ കാന്താരിപ്പങ്ങളെ പറ്റി ശരിക്കറിയില്ല. അവള് വാദിച്ച ഒരു കേസ് പോലും ഇതുവരെ തോറ്റിട്ടില്ല. നിന്നെ ഞാൻ പൂട്ടുവടാ ഇഞ്ചി. കാന്താരിയിൽ വിറ്റാമിൻ സി ധാരാളമായുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. പിന്നെ ആഹാരം ശരിയായി ദഹിപ്പിച്ചു ഗ്യാസ് പ്രശ്നങ്ങൾ കുറക്കും. കാന്താരി പെണ്ണ് രക്തസമ്മർദ്ദം നിയന്ത്രിച്ചു കൊളസ്ട്രോൾ കുറയ്ക്കും. മാത്രമല്ല കൊഴുപ്പ് ഉരുക്കി കളഞ്ഞു നിന്റെ പൊണ്ണത്തടി കുറച്ചു തരും. കാന്താരിയിലെ ക്യാപ്സൈസിന് ശരീരത്തിലെ മെറ്റബോളിസം വേഗത്തിലാക്കാൻ സഹായിക്കും. പക്ഷേ ഒരുപാടൊന്നും കഴിക്കരുത്. അൾസർ പോലുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കേസ് നമ്പർ 236/2026. ഇഞ്ചി പോലീസിനെ കാട്ടിൽ വലയിൽ കെട്ടിത്തൂക്കിയ പ്രതി പച്ചമുളക്. പച്ചമുളകേ, തനിക്ക് എന്തെങ്കിലും ഈ കോടതിയെ ബോധിപ്പിക്കാനുണ്ടോ? എന്റെ സവോള പെണ്ണ് വീട്ടിൽ ഒറ്റയ്ക്കാണ്. ദയവായി എന്നെ വെറുതെ വിടണം. തന്റെ കാന്താരിപ്പങ്ങൾ പൊളിയാണ്. പാറേപ്പള്ളിയിൽ പോയ ബസ് ടിക്കറ്റ് വരെ കാണിച്ചു. പക്ഷേ എന്നെ മണ്ടനാക്കുമെന്ന് നീയും നിന്റെ കാന്താരി വക്കീലും വിചാരിക്കണ്ട. നീ പാറേപ്പള്ളിയിൽ പോയെന്ന് പറയുന്ന ദിവസം കേരളത്തിൽ ഹർത്താലായിരുന്നു. ട്രാൻസ്പോർട്ട് ബസ് പോലും അന്ന് ഓടിയിട്ടില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടി നിന്റെ പെങ്ങൾക്ക് അന്നത്തെ ബസ് ടിക്കറ്റ്? പച്ചമുളക് കുറ്റം ചെയ്തതായി ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല കള്ളത്തെളിവുകൾ നിരത്തി ഈ കോടതിയെ തെറ്റിദ്ധാരിപ്പിച്ച പച്ചമുളകിനെ 1 മാസത്തെ തടവിന് ഈ കോടതി ശിക്ഷ വിധിക്കുന്നു.